അഞ്ചാമത്തെ ചാപ്റ്ററിലെ നാലാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യേ ദൈവം യാക്കോബിനോട് അരുളി ചെയ്തത് എന്ത്? അങ്ങനെ ആദ്യം യാക്കോബ് തൻ്റെ മക്കളെ ഈജിപ്തിലേക്ക് അയച്ചു. പിന്നീട് അവർക്ക് മനസ്സിലായി അവിടെ ഗവർണറായിട്ടിരിക്കുന്നത് തങ്ങളുടെ സഹോദരൻ ജോസഫ് ആണെന്ന്. അപ്പോൾ ജോസഫിന് ഒത്തിരി സന്തോഷമായി. ജോസഫ് പറയുന്നുണ്ട് പിതാവിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ യാക്കോബ് എങ്ങോട്ട് യാത്രയാവുകയാണ്? ഈജിപ്തിലേക്ക് പോവുകയാണ്, തൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം വഴിമധ്യേ ദൈവം യാക്കോബിനോട് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. പേജ് നമ്പർ 32 ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമായി വളർത്തും. ഞാൻ നിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വരും. ഈജിപ്തിലേക്ക് പോകാൻ ഭയപ്പെടേണ്ട, കാരണം അവിടെ ഞാൻ നിന്നെ വലിയൊരു ജനമായി വളർത്തും. ഞാൻ നിൻ്റെ കൂടെ ഈജിപ്തിലേക്ക് വരും. ദൈവം എന്ത് ചെയ്യുവാണ്? ദൈവം യാക്കോബിനൊരു പ്രോമിസ് ചെയ്യുവാണ്. നീ ഈജിപ്തിലേക്ക് പോകാനായിട്ട് മടിക്കണ്ട, നീ അവിടെ ചെല്ലുക, നിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ട്, നിന്നെ അവിടെ വലിയൊരു ജനതയായിട്ട് ഞാൻ വളർത്തും എന്നാണ് ദൈവം യാക്കോബിനോട് പറയുന്നത്. പേജ് നമ്പർ 32. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജോസഫിൻ്റെ ജീവിത കഥ വ്യക്തമാക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജോസഫിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. എന്തായിരുന്നു ആ സ്ഥാനം? എങ്ങനെയാണ് ഇസ്രായേൽ ഈജിപ്തിലെത്തിയത്? അതിൻ്റെ റീസൺ ജോസഫായിരുന്നു അല്ലേ? ജോസഫ് എത്രയോ കഷ്ടപ്പാടുകളിലൂടെ കടന്ന്, നമുക്ക് ആ പാരഗ്രാഫ് ഒന്ന് വായിച്ചാലോ? പേജ് നമ്പർ 32 ഒരു 12 ഗോത്രങ്ങളും സ്ലീഹന്മാരും. അതിൻ്റെ തൊട്ട് മുകളിലത്തെ പാരഗ്രാഫ്. അടിമയായിട്ടാണ് ഈജിപ്തിലെത്തിയത് ജോസഫ് അല്ലേ? അടിമയായി ഈജിപ്തിലെത്തിയ ജോസഫ് പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയതെങ്കിലും ഈജിപ്തിൻ്റെ അധികാരിയായി തീർന്നു. ഒടുവിൽ പിതാവിനും സഹോദരന്മാർക്കും സംരക്ഷണം നൽകുകയും ചെയ്തു. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കഥയാണ്. ദൈവം വഴി നടത്തിയ അനുഭവങ്ങൾ അത്ഭുതകരങ്ങളാണെന്ന് ജോസഫിൻ്റെ ജീവിതം വ്യക്തമാക്കുന്നു. ഇസ്രായേലിന് ഈജിപ്തിൽ എത്തിച്ചേരാൻ ദൈവം വഴിയൊരുക്കിയത് ജോസഫിലൂടെ ആയിരുന്നു. അതാണ് ജോസഫിൻ്റെ സ്ഥാനം അല്ലേ? ഇസ്രായേലിന് ഈജിപ്തിലെത്താൻ വഴിയൊരുക്കിയത് ആരായിരുന്നു? ജോസഫിലൂടെ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. പഴയ നിയമത്തിലെ ഗോത്രപിതാക്കന്മാരുടെ സ്ഥാനത്ത് പുതിയ നിയമജനമായ സഭയെ നയിക്കുന്നത് ആരാണ് പുതിയ നിയമ ജനമായ സഭയെ നയിക്കുന്നത്? പഴയ നിയമത്തിൽ 12 ഗോത്രപിതാക്കന്മാരെ പോലെ. പഴയ ദൈവജനത്തെ നയിച്ചത് ഗോത്രപിതാക്കന്മാരും അവരുടെ പിൻഗാമികളുമായിരുന്നു. അതുപോലെ പുതിയ ദൈവജനമായ സഭയെ നയിക്കുന്നത് 12 സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളുമാണ്. സ്ലീഹന്മാരുടെ പിൻഗാമികളാണ് മാർപ്പാപ്പന്മാർ, മെത്രാന്മാരൊക്കെ കേട്ടോ. അപ്പോൾ പുതിയ നിയമ ജനതയായ സഭയെ നയിക്കുന്നത് ആരാണ്? 12 സ്ലീഹന്മാർ, 12 സ്ലീഹന്മാരുടെ പിൻഗാമികൾ. ആ പിൻഗാമികളാണ് ആര്? മാർപ്പാപ്പയും മെത്രാന്മാരും. ഓക്കെ.